അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഹാജിമാരുടെ സൗകര്യം കണക്കിലെടുത്ത് ദുൽഹജ്ജ് 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലെ കർമ്മങ്ങളുടെ പ്രായോഗിക രൂപങ്ങളും മസ്അലകളും ചെറുതായൊന്ന് ഇവിടെ പറയാം. ശ്രദ്ധാപൂർവം കേട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നീട് കേൾക്കാമെന്ന് വെച്ച് മാറ്റിവെച്ചാൽ സമയം കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ കൂടെ എൻ്റെ ഭർത്താവുണ്ടല്ലോ, അല്ലെങ്കിൽ അമീറുണ്ട്, എല്ലാം അവർ പറഞ്ഞു തന്നോളും, അവർക്കൊപ്പം ചെയ്യാമല്ലോ എന്നൊന്നും ചിന്തിച്ച് കേൾക്കാതിരിക്കരുത്. കാരണം കൂട്ടം തെറ്റാനും അമീറിനെ വിളിച്ചാൽ കിട്ടാതിരിക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ്. നമ്മുടെ കർമ്മം എങ്ങനെ ചെയ്യണമെന്ന് നാം തന്നെ പഠിച്ചു വെക്കുക. ദുൽഹജ്ജ് 8, ഹജ്ജിന്റെ കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ദുൽഹജ്ജ് 8 മുതൽക്കാണ്. യൗമു തെർവിയ എന്ന് പറയുന്ന മിനയിലെ താമസം മുതൽക്ക്. പക്ഷേ മക്കയിലെ സൗകര്യവും ഗവൺമെന്റ് നിയമങ്ങളനുസരിച്ചും അതാത് മുത്തവ്വിഫുകളുടെയും ഗ്രൂപ്പ് അമീറുമാരുടെയും ഒക്കെ തീരുമാനമനുസരിച്ചും ചിലപ്പോൾ ദുൽഹജ്ജ് 7 മുതൽക്കുള്ള ഏത് ദിവസങ്ങളിലും ഇഹ്റാം ചെയ്ത് മിനയിലേക്ക് പുറപ്പെടേണ്ടി വന്നേക്കാം. ചിലപ്പോൾ 6 പോവേണ്ടി വന്നേക്കാം. ഏത് ദിവസമായാലും ഇഹ്റാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. പലരും മദീനയിൽ നിന്ന് വരുമ്പോൾ ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ടുണ്ടാവും. അവരിനി ഇഹ്റാം ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ അവർ ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ മദീനത്തിൽ നിന്ന്, അവരും ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഇഹ്റാമിലായി വരുന്നവർ അവർ ഇഹ്റാമിലാണുള്ളത്, പിന്നീട് ഒരു ഇഹ്റാം മക്കത്ത് വെച്ച് ദുൽഹജ്ജ് 8 ചെയ്യേണ്ടെന്ന ആവശ്യമില്ല. അഥവാ മദീനയിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വരുന്നവർ പിന്നൊരു ഇഹ്റാം മക്കത്ത് വെച്ച് ചെയ്യേണ്ടെന്ന ആവശ്യമില്ല. ഇഹ്റാമിന്റെ നിബന്ധനകളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ മതി. അവർ ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മാനസികമായും ശാരീരികമായും ആ മഹത്തായ കർമ്മം ചെയ്യാൻ തയ്യാറെടുപ്പ് നടത്തണം. ശാരീരികമായി കക്ഷരോമവും രഹസ്യഭാഗങ്ങളിലുള്ള രോമങ്ങളും നീക്കം ചെയ്യുക, നഖം മുറിച്ച് വൃത്തിയാക്കുക, മീശ വെട്ടി നന്നാക്കുക മുതലായവ ചെയ്ത് ശരീരം വൃത്തിയാക്കുക. എന്നാൽ ഉദ്ഹിയ്യത്ത് അറുക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും ചെയ്യൽ സുന്നത്തില്ല. അവർ ദുൽഹജ്ജ് 1 മുതൽക്ക് ഉദ്ഹിയ്യത്ത് അറക്കുന്നത് വരെ ഇതൊന്നും ചെയ്യാതിരിക്കലാണ് അവർക്ക് സുന്നത്ത്. ശേഷം ഞാൻ ഇഹ്റാമിന്റെ സുന്നത്തായ കുളിക്കുന്നു എന്ന നിയ്യത്തോടെ കുളിക്കുക. മെൻസസുള്ള സ്ത്രീകൾക്കും ഈ കുളി സുന്നത്താണ്. ഇത്തരം വലിയ അശുദ്ധിയുള്ളവരുടെയും ഇഹ്റാം സഹിയാകും എന്നല്ല, അവരും ഇഹ്റാം ചെയ്തിരിക്കണം. ഇഹ്റാം ചെയ്യാതെ പോവാൻ പാടില്ല. അപ്പൊ അത്തരക്കാർക്ക് എല്ലാവർക്കും ഈ ഇഹ്റാമിന്റെ കുളി സുന്നത്താണ്. അത് വലിയ അശുദ്ധി ഉയർത്താൻ ഞാൻ കുളിക്കുന്നു എന്നല്ല നിയ്യത്ത് വെക്കരുത്, അത് പാടില്ല. മറിച്ച് ഇഹ്റാമിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തിലാണ് കുളിക്കേണ്ടത്. കുളിച്ചതിന് ശേഷം നല്ലൊരു ഇഖ്ലാസുള്ള വുളൂഉം ഉണ്ടാക്കുക. എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് തല മുഴുവനും തടവിക്കൊണ്ടുള്ള ഒരു നല്ല വുളൂ. കുളിയും വുളൂവും കഴിഞ്ഞാൽ വസ്ത്രത്തിലാകാതെ ശരീരത്തിൽ മാത്രം സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുണ്ട്. അത് നജസുണ്ട് എന്ന് സംശയമുള്ള സ്പ്രേ പോലുള്ളവ ആവാതിരിക്കൽ ശ്രദ്ധിക്കുക. പല സ്പ്രേകളിലും നജസുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്, അപ്പം അത് ഒഴിവാക്കുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വളരെ പ്രയാസമുള്ള വാസനയുള്ള സുഗന്ധങ്ങളും ഉപയോഗിക്കാതിരിക്കുക. ശേഷം ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക. സാധാരണയിൽ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലൽ സുന്നത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ പോലുള്ള ദിക്റുകളൊക്കെ ഉരുവിട്ട് മഹത്തായ വസ്ത്രമാണെന്ന ആദരവോടെ ധരിക്കുക. പുരുഷന്മാര് തുണി കൊണ്ട് തന്നെ പൊക്കിൾ മറയാനും ഞെരിയാണിക്ക് താഴെ തുണി ആവാതിരിക്കാനുമൊക്കെ ശ്രദ്ധിക്കുക. പുരുഷന്മാർക്ക് ഒരു തുണിയും ഒരു മേൽത്തട്ടവുമാണ് ഇഹ്റാമിന്റെ വസ്ത്രം. ഷെഡിയോ ബനിയനോ
തൊപ്പിയോ മാസ്കോ പോലുള്ളവയൊന്നും പറ്റില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇനി ഗവൺമെന്റ് ഒരു പുതിയ ഉത്തരവിറക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ഉത്തരവൊന്നുമില്ല. ഇനി ഒരു ഉത്തരവിറക്കുകയാണ്, മാസ്ക് ഇടാതെ അറഫയിൽ വരാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം മുത്തവഫ് ഉണ്ടാക്കി നമ്മെ നിർബന്ധിപ്പിച്ചാലോ? എങ്കിൽ അതിനു വേണ്ടി ആ നിർബന്ധമുള്ള സമയത്ത് മാത്രം നമുക്ക് മാസ്ക് ധരിക്കാവുന്നതാണ്. അങ്ങനെ മറ്റൊരാളുടെ നിർബന്ധം മൂലം മാസ്ക് ധരിച്ചതാണെങ്കിൽ പിന്നെ അതിന് ഫിദിയയോ ഹറാമോ കുറ്റങ്ങളോ ഒന്നും ഇല്ലതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം വസ്ത്രമില്ല. മുഖവും മുൻകൈയുമല്ലാത്ത ശരീരഭാഗങ്ങൾ മുഴുവനും മറയുന്ന വസ്ത്രം ധരിക്കുകയാണ് അവർ വേണ്ടത്. അന്യപുരുഷന്മാരാൽ ആകർഷിക്കപ്പെടുമെന്ന് കണ്ടാൽ മുഖത്ത് തട്ടാത്ത രൂപത്തിൽ മുഖം മറക്കേണ്ടതാണ്. ആൺകുട്ടികളൊക്കെ ഇടുന്ന തൊപ്പിയില്ല, ആ മുന്നിലേക്ക് ഒരു കപ്പ് മുന്നോട്ട് നിൽക്കുന്ന അത്തരം തൊപ്പി ധരിച്ചതിൻ്റെ മുകളിലൂടെ നിക്കാബിടാവുന്നതാണ്. അപ്പോൾ നാം കുളിച്ചു, നല്ല വുളു ഉണ്ടാക്കി, ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചു. ഇനി ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. എന്താ നിയ്യത്ത്? ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത്. ചിന്തകൾ മറ്റിടങ്ങളിലേക്ക് പോവാതെ വളരെ ഇഖ്ലാസോടെ 2 റക്അത്ത് നിസ്കരിക്കുക. ആദ്യത്തെ റക്അത്തിൽ വജ്ജഹ്തും ഫാത്തിഹയും ഓതിയതിനു ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന കാഫിറൂന സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഇഖ്ലാസ് സൂറത്തുമാണ് ഓതേണ്ടത്. അത് സുന്നത്താണ്. പുരുഷന്മാർക്ക് ഇഹ്റാം ചെയ്ത ഉടനെ ഇൽത്തിബാ രൂപം അഥവാ മേൽമുണ്ട് വലതു ചുമലിന്റെ താഴെയാക്കിയിടുന്ന ആ ഇൽത്തിബാ രൂപം സ്വീകരിക്കണോ? വേണ്ട. പലരും അത് ഇഹ്റാം ചെയ്ത മുതൽക്ക് മേൽമുണ്ട് അങ്ങനെ കക്ഷത്തിന്റെ താഴെ ഇടുന്നത് കാണാം. അത് സുന്നത്തില്ല. പിന്നെയോ അത് എന്തിന്റെ സുന്നത്താ? അത് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. അത് തവാഫിന്റെയും സഅയിന്റെയും സുന്നത്താണ്. ഹജ്ജിൽ പല കാര്യങ്ങളുണ്ടല്ലോ. കുറേ കാര്യങ്ങൾ അറഫയിൽ സുന്നത്തുള്ളതുണ്ട്, വേറെ കുറേ കാര്യങ്ങൾ മിനയിൽ സുന്നത്തുള്ളതുണ്ട്, വേറെ കുറേ കാര്യങ്ങൾ എറിയുന്ന സമയത്ത് സുന്നത്തുള്ളതുണ്ട്. എന്നതുപോലെ തവാഫിന്റെ സമയത്തും ഒരുപാട് സുന്നത്തുകളുണ്ട്. ആ സുന്നത്തിൽപ്പെട്ട ഒരു സുന്നത്താണ് ഈ ഇൽത്തിബാ എന്ന് പറയുന്നത്. അതും തന്നെ എല്ലാ തവാഫിനും എല്ലാ സഅയിനും സുന്നത്തുണ്ടോ? അതുമില്ല. പിന്നെ ഉംറയുടെ തവാഫ് പോലെ ശേഷം സഅയി വരുന്ന തവാഫിലും സഅയിലും മാത്രമാണ് ഇൽത്തിബാ സുന്നത്തുള്ളത്. അപ്പോൾ നാം കുളിച്ചു, വുളു ഉണ്ടാക്കി, നിസ്കരിച്ചു. ഇനി നമുക്ക് ഇഹ്റാം ചെയ്യാം. ഇഹ്റാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നു എന്ന ആ പ്രത്യേക കരുത്താണ്. പലരും മനസ്സിലാക്കിയതുപോലെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കലോ അല്ലെങ്കിൽ ആ വസ്ത്രമോ അതിന് ഇഹ്റാം തുണി എന്ന് പേര് വന്നു എന്നല്ലാതെ അത് ധരിച്ചത് കൊണ്ട് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുകയില്ല, നിയ്യത്താവുകയില്ല. നിയ്യത്തില്ലാതെ ഈ വസ്ത്രം ധരിക്കൽ കൊണ്ട് മാത്രം ഹജ്ജോ ഉംറയോ ശരിയാവുന്നതുമല്ല. ഇഹ്റാമിന്റെ കുളി നിർവഹിക്കുന്നത് കൊണ്ടും ഇഹ്റാമിൽ നിഷിദ്ധമായ ഷർട്ട് ധരിക്കൽ പോലുള്ള കാര്യങ്ങൾ നിഷിദ്ധമാകുന്നില്ല. ഇഹ്റാമിന്റെ കുളിച്ചതിന് ശേഷം ഒരാൾ ഷർട്ട് ഇട്ടു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കണോ? വേണ്ട. എപ്പോഴാണോ നിയ്യത്ത് മനസ്സിൽ കൊണ്ടുവരുന്നത് അപ്പോൾ മാത്രമേ ഇവയൊക്കെ പാലിക്കേണ്ടതുള്ളൂ. ഇഹ്റാമിന്റെ വിവിധ രൂപങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഇഫ്റാദ്, തമത്തുഅ്, ഖിറാന് പോലുള്ള രൂപങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. അവയൊക്കെ നിങ്ങൾ പല ക്ലാസ്സുകളിലും കേട്ടതും പഠിച്ചതുമാണ്. നാം കാര്യമായി ക്ലാസ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് തന്നെ മക്കത്തെത്തിയ ഹാജിമാരെയും ഇനി മദീനയിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തു വരുന്നവരെയുമാണ്. ഹജ്ജിന്റെ നിയ്യത്തിന്റെ രൂപം അഥവാ ഇഹ്റാമിന്റെ രൂപം എങ്ങനെയാണ്? പോസ്റ്റുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. ബിസ്മി ചൊല്ലി ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതി, അതിനായി അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇഹ്റാമിലാവുകയും ചെയ്തു എന്ന് മനസ്സിൽ കരുതുകയും ശേഷം കൊടുത്തവ മനസ്സാന്നിധ്യത്തോടെ പറയുകയും തൽബിയത്തും സ്വലാത്തും ദുആയും ചൊല്ലുക. അതിലുള്ള തൽബിയത്ത് അതുപോലെ സ്വലാത്തും ദുആയും ഒക്കെ ചൊല്ലുക. മനസ്സിൽ കരുതുകയാണ് നിർബന്ധമെന്ന് മറക്കണ്ട. മനസ്സാന്നിധ്യം വേണം, മനസ്സിൽ കരുതണം. അപ്പോഴേ ഇഹ്റാമാവുകയുള്ളൂ. നിയ്യത്തിന്റെ ഉടനെ ചൊല്ലുന്ന തൽബിയത്തിൽ PDF-ലുള്ളതുപോലെ ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ എന്ന് കരുതണം. മറന്നുപോകരുത്.
അത് മറ്റു തൽബിയത്തിലൊന്നും ഉണ്ടാവില്ല. നിയ്യത്ത് വെച്ച ഉടനെ ചെയ്യുന്ന തൽബിയത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ എന്ന് പ്രത്യേകം ഉൾപ്പെടുത്താം. ഈ നിയ്യത്തോടുകൂടെ നാം ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തീകരിക്കാതെ ഹജ്ജിൽ നിന്ന് വിരമിക്കാനോ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാനോ പാടുള്ളതല്ല. അത് സുന്നത്തായ ഹജ്ജാണെങ്കിലും ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി അത് നിർവഹിക്കൽ നിർബന്ധമായി തീരുന്നു എന്നതാണ് അതിന്റെ കാരണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇഹ്റാമിന്റെ വിവിധ രൂപങ്ങളൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇഫ്റാദും തമത്തും ഖിറാനും ഒക്കെ വിശദമായി നാം പറഞ്ഞു. അത് ഇനി ഇവിടെ ആവർത്തിക്കുന്നില്ല. നാം ഇപ്പോൾ ഉള്ളത് ദുൽഹജ്ജ് 7 അല്ലെങ്കിൽ 8 നാം ഉള്ളത് മക്കത്തുമാണ്. അത്തരം ഒരാൾ ഹജ്ജിനാണ് ഇഹ്റാം ചെയ്യുക. അതിൻ്റെ ഒരു രൂപം ഇവിടെ പറയാം. നേരത്തെ പറഞ്ഞ തന്നെ ഒന്നുകൂടെ സാന്ദർഭികമായി പറയുന്നു എന്ന് മാത്രം. താഴെ അയക്കാം. എന്താണ് ഹജ്ജിൻ്റെ നിയ്യത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈത്തുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല. ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതുകയും അതിനായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇഹ്റാമിലാവുകയും ചെയ്തു. ഉടനെ തന്നെ എന്തും കൂടെ കരുതാ, ഹജ്ജ് പൂർത്തിയാക്കാൻ പറ്റാത്ത വല്ല തടസ്സങ്ങളും എനിക്ക് നേരിട്ടാൽ ഞാൻ അറവൊന്നും കൂടാതെ നിയ്യത്ത് വെച്ച് തഹല്ലുലാകുന്നതാണ് എന്ന്. ഇതിനാണ് എക്സ്ട്രാ നിയ്യത്ത് എന്ന് പറയാം. ഈ അധിക നിയ്യത്ത് ആരും മറക്കരുത്, അതെല്ലാവരും ചെയ്യാം. ഇവയെല്ലാം മനസ്സിൽ കരുതുകയും നാവുകൊണ്ട് പറയുകയും ചെയ്തതിന് ശേഷം ചെല്ലുക. ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക് എന്ന് തുടങ്ങുന്ന ആ ദിക്റുകൾ ചൊല്ലുക. ഈ നിയ്യത്ത് മനസ്സിൽ കരുതുകയാണ് നിർബന്ധം. അത് മറന്നു പോകരുത്. മനസ്സാന്നിധ്യമില്ലാതെ വായ കൊണ്ട് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. മനസ്സുകൊണ്ടാണ് നിയ്യത്ത് വേണ്ടത്. അതിന് ഉപോത്പകമായി ശക്തി പകരാൻ വേണ്ടിയാണ് നാം നാവ് കൊണ്ട് പറയുന്നത്. നിയ്യത്തിന്റെ ഉടനെ ചെല്ലുന്ന തൽബിയത്തിൽ എങ്ങനെ? നിയ്യത്തിന്റെ ഉടനെ ചെല്ലുന്ന തൽബിയത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ, ഈ ബിഹജ്ജത്തിൻ എന്ന പദം പ്രത്യേകം ഉൾപ്പെടുത്തണം. മറ്റുള്ള തൽബിയത്തിൽ ഒന്നത് വേണ്ട. ഉംറയാണെങ്കിൽ ഉംറത്തിന് വേണം. ഈ നിയ്യത്തോടു കൂടെ നാം ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തീകരിക്കാതെ ഹജ്ജിൽ നിന്ന് വിരമിക്കാനോ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാനോ പാടുള്ളതല്ല. അത് സുന്നത്തായ ഹജ്ജാണെങ്കിലും ശരി, ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി അത് നിർവഹിക്കൽ നിർബന്ധമായി തീരുന്നു. ആ കർമ്മം പിന്നെ നിർവഹിക്കൽ എന്തായി? നിർബന്ധമായി. സംഗതി എന്തായിരുന്നു? സുന്നത്താണ്. പക്ഷെ നിയ്യത്ത് വെച്ചതിൽ പ്രവേശിക്കുന്നതോടുകൂടെ കർമ്മം നിർവഹിക്കൽ നിർബന്ധമായി മാറുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.